ജയിലിൽ കിടക്കുന്ന PFI നേതാവ് അബൂബക്കർ. അദ്ദേഹം രോഗബാധിതനാണ്. പക്ഷേ കോടതി ജാമ്യം അനുവദിച്ചില്ല. ജാമ്യം അനുവദിക്കാതിരിക്കാനുള്ള കാരണം ചിലത് കോടതി പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ട് ഇത് ചർച്ച ചെയ്ത് കണ്ടില്ല. എന്താണ് അവസ്ഥ? യഥാർത്ഥത്തിൽ ഇന്നലെ 29-ാം തീയതിയാണ് ഡൽഹി ഹൈക്കോടതി ഇത്തരത്തിലുള്ള വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇംഗ്ലീഷിലാണ്, അതിന് മലയാള വ്യാഖ്യാനം നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാം. PFI അറിയാമല്ലോ, ഇവിടുന്ന് വെളുപ്പാങ്കാലത്ത് 3:30 മണിക്ക് ഇവിടുത്തെ പ്രവർത്തനം നല്ലതായതുകൊണ്ട് ഇന്ത്യയിലുടനീളമുള്ള കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരെ കൊണ്ടുപോയി. കേരളത്തിലെ എനിക്ക് തോന്നുന്നു സംസ്ഥാന ഭാരവാഹിയൊക്കെ മറ്റുമാണ് അബൂബക്കർ. അബൂബക്കറിന് ക്യാൻസർ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പുള്ളിക്ക് ക്യാൻസർ രോഗി ആയതുകൊണ്ട് ആ ഒരു അവസ്ഥയിലുള്ള ആളിന് ചികിത്സയ്ക്ക് വേണ്ട സംവിധാനം ഒരുക്കണം കോടതി എന്നുവെച്ചാൽ ദയാദാക്ഷിണ്യം കൊണ്ട്. അപ്പോൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഈ ബെയിൽ പരിശോധിക്കുമ്പോൾ, എന്നെതിരെയുള്ള കേസാണല്ലോ, ബെയിൽ പരിശോധിക്കുമ്പോൾ അത് PFI പറ്റിയ ഒരു കണ്ടെത്തൽ കോടതി വളരെ വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങൾ അത് ഒരു ചെറിയ വാർത്ത പോലും ആക്കിയില്ല എന്നുള്ളതാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് കോടതിയുടെ. അത് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ സംഘടനയാണ്, നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ സംഘടനയാണ്. കേരളം, തമിഴ്നാട്, ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി വിദേശത്തു നിന്നും ഫണ്ട് ശേഖരിച്ചതിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. കോടതിയുടെ നിരീക്ഷണം 1. 2, 2047 ഇന്ത്യയിൽ ജനാധിപത്യ വ്യവസ്ഥയും ഭരണഘടനയും അട്ടിമറിച്ച് ശരിയത്ത് നിയമം നടപ്പാക്കാനാണ് PFI പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2047 ജിഹാദികളെ സംഘടിപ്പിച്ചുകൊണ്ട് 2047 അതിനു മുമ്പോ ഇസ്ലാമിക നിയമം അല്ലെങ്കിൽ ശരിയത്ത് നിയമം നടപ്പാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ഒരു കലിഫറ്റ് സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് PFI നടത്തിയിരുന്നത്. ഇത് PFIയുടെ ആ ഡൽഹിയുടെ ഇംഗ്ലീഷുള്ളതിൻ്റെ മലയാളത്തിൽ നമ്മൾ പരിഭാഷപ്പെടുത്തിയ, അതായത് എന്തുകൊണ്ട് ജാമ്യം നൽകുന്നില്ല, എന്താണ് PFI എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് മനസ്സിലാകുന്നില്ല. അവർ ചെയ്യുന്ന രീതി, PFIയും അത് ഇതിൻ്റെ ഉപസംഘടനകൾ ഉപയോഗിച്ച് മുസ്ലിം യുവാക്കളെ ഈ സംഘടനയിൽ കൊണ്ടുവരിക, എന്നിട്ട് അവരെ ഹിന്ദുക്കൾക്കെതിരാക്കുക. അതാണ് ഒരു അജണ്ട. ഇവരെ പറഞ്ഞ് ഹിന്ദുക്കൾക്കെതിരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഹിന്ദു സംഘടനകളും ഹിന്ദു നേതാക്കന്മാരുമൊക്കെ നിങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇവരെ ഹിന്ദുക്കൾക്കെതിരെ തയ്യാറെടുപ്പിക്കുക അല്ലെങ്കിൽ സംഘടിപ്പിക്കുക, ശക്തിപ്പെടുത്തുക. അപ്പം എതിരാണെന്ന് അവരെ ഹിന്ദുക്കളെതിരാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാണ് ഇങ്ങനെ ഇതിന് തയ്യാറാക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ വീണുപോകുന്ന മുസ്ലിം യുവാക്കളെ എന്ന് വെച്ചാൽ ഈ പറയുന്നതൊക്കെ വാസ്തവമാണെന്ന് കണ്ട് ഒരു വൈകാരികമായ ഉദ്ദേശത്തോടു കൂടി ആവുന്ന പ്രവർത്തനം അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഞങ്ങളെ കൊല്ലാൻ നിൽക്കുകയാണ്, നിങ്ങളുടെ സമുദായത്തെ ഇല്ലായ്മ ചെയ്യാൻ നിൽക്കുകയാണ് എന്ന് തോന്നലുണ്ടാവുമല്ലോ ചില ആൾക്കാർക്ക്. നമ്മൾ കണ്ടില്ലേ ബ്രെയിൻ വാഷിങ്, പല ചില പെൺകുട്ടികളൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് എത്ര തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും അവർ ആ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്നത് ബ്രെയിൻ വാഷിംഗ് എന്ന് പറയും, വലിയൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്. അപ്പം പോകുന്ന മുസ്ലിം തിരിച്ചറിഞ്ഞ് അവരെ ജിഹാദി പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആ പ്രവർത്തനം അവരെ ഉപയോഗിച്ച് നടത്തുന്നു. സാധു ക്യാമ്പുകൾ നടത്തുന്നു, ഇതിനുവേണ്ടിയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. അവിടെ വളരെ വലിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നു, നടപ്പാക്കാൻ സംവിധാനത്തിലേക്ക് പോകുന്നു. വലിയ രീതിയിൽ ഫണ്ട് കണ്ടെത്തി ആയുധങ്ങൾ വാങ്ങി തീവ്രവാദ പ്രവർത്തനത്തിന് അത് ഉപയോഗിക്കുന്നു. ഇതെല്ലാം കോടതിയുടെ നിരീക്ഷണമാണ്, അല്ലാതെ NIA ഒന്നും അവർ കൊടുത്തതല്ല. കോടതി ഇത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. ഹിറ്റ് സ്ക്വാഡുകൾ ഉണ്ടാക്കി ഹിന്ദു നേതാക്കളെ ടാർഗറ്റ് ചെയ്ത് കൊന്നൊടുക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നു. അതിനുവേണ്ടി ഹിറ്റ് സ്ക്വാഡ് പിടിച്ചല്ലോ. ഹിറ്റ് സ്ക്വാഡിനെല്ലാം നമ്മുടെ ഇവിടുന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ജിമ്മ് നടത്തുന്ന ഒരാളിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയില്ല. ഇനി ഇതിന്റെ മൊത്തം ഡീറ്റെയിൽസ് വെളിവിടത്തില്ല, കാരണം എന്നെ ഇവിടെ വിടാൻ പറ്റത്തില്ല. അപ്പം എന്നിട്ട് ISA എന്ന് പറയുന്ന ഉണ്ടല്ലോ, ISIS അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി തടുക്കുന്നു. അതായത് ജനാധിപത്യ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ച് ശരിയത്ത് നിയമത്തിലുള്ള ഭരണം കൊണ്ടുവരിക ഇന്ത്യ മഹാരാജ്യത്ത്. ഇതായിരുന്നു ഇതിന്റെ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ അടിസ്ഥാനപരമായുള്ള ഈ PFI എന്ന് പറയുന്ന സംഘടനയുടെ ഉദ്ദേശവും നീക്കവും. അപ്പം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ കാര്യങ്ങളാണ് നമ്മൾ മുമ്പേ ഈ മലയാളത്തിൽ പറഞ്ഞത്, അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്. അപ്പം ഇത് നമ്മൾ നേരത്തെ ഈ മദനി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ ഒരു സംഘടന ഉണ്ടായിരുന്നു, എന്ത് അതിന്റെ പേര് PDP. ഇപ്പൊ PDP അന്ന് ഇതുപോലെ ഇപ്പൊ PDPയിലെ ഇപ്പം തടിയന്റെ വിട നസീർ എന്ന് പറയുന്ന ഒരാളുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പോഴും ജയിലിൽ കിടക്കുക. അയാൾ ഒത്തിരി കോയമ്പത്തൂരൊക്കെ ഒത്തിരി ബോംബ് സ്ഫോടനങ്ങൾ ഓപ്പറേറ്റ്. അയാൾ പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ
സാധാരണ ഒരു മനുഷ്യനായിരുന്നു. എനിക്ക് മദനിയുടെ പ്രസംഗം കേട്ട് ആവേശം കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ജിഹാദ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. മദനിയാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ എന്ന് അതിനെ കുറ്റപ്പെടുത്തുമല്ല, പ്രചോദനം. ഈ പറഞ്ഞതുപോലെ PFI എന്ന് പറയുന്ന ഇവരുടെ ഈ ഇതുപോലെയുള്ള പ്രചോദനം കൊണ്ടും അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പ്രചോദനത്തിൽ ഏർപ്പെട്ട് കണ്ടമാനം ഇപ്പം നേതാക്കന്മാരെ മാത്രമാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രചോദനരായിട്ടുള്ള കണ്ടമാനം ആൾക്കാർ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മൾക്ക് പ്രത്യക്ഷത്തിലല്ലെങ്കിലും ഒരുപക്ഷെ പ്രത്യക്ഷത്തിലുണ്ടെങ്കിൽ നമുക്ക് അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതായത് ഇന്ത്യയിൽ ഇവർ കാട്ടിക്കൂട്ടിയിരിക്കുന്ന വളരെ ദീർഘകാലത്തെ ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് 2047 എന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല, അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ 2047 ഇന്ത്യയെ മോചിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ആയുധ ശേഖരണവും അല്ലെങ്കിൽ പ്രാപ്തിയിലുമൊക്കെ എത്തിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ ഒരു പരിധിവരെയെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ നേതാക്കന്മാരെയാണല്ലോ. ഇപ്പോൾ വേരോടുകൂടി അവിടെ ഇവിടെ എല്ലാ ദിവസങ്ങളിലും മാസത്തിൽ 2-3 ദിവസം നമ്മൾ ഈ പറയുന്ന NIA റെയ്ഡ് നടക്കുന്നു ഒക്കെ TV-ക്കകത്തൂടെ റേഡിയോക്കകത്തൂടെ ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ നരേന്ദ്രമോദിയുടെ സർക്കാർ ആയതുകൊണ്ടും അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ടൊക്കെ ഇതിൻ്റെ വേര് വരെ ചുഴന്നെടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അത് എത്രത്തോളം പൂർണ്ണമാവുമെന്ന് അറിയത്തില്ലെങ്കിലും അതിനുള്ള ഒരു ജോലിയുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനീ പറഞ്ഞത് ഈ രീതിയിലുള്ള ഒരു വർക്ക്, തീവ്രവാദ വർക്ക് കേരളത്തിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലും ഡൽഹിയിലും ബീഹാറിലും UP-യിലും ഇന്ത്യയുടെ സംസ്ഥാനത്തുടനീളം ഇതിൻ്റെ എല്ലാം വേര്, ഏതിൻ്റെ വേര് നോക്കിയാലും അതിൻ്റെ കേരളത്തിൽ നിന്ന് വളം വലിച്ചെടുക്കുന്ന രീതിയിലേക്കാണ് അതിൻ്റെ ഒരു വളർച്ച വന്നിരിക്കുന്നത്. ലോകത്ത് എവിടെ ഏത് തീവ്രവാദ സംഘടന ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ശാഖ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് വളരെ കൃത്യമായിട്ട് ഉന്മൂലനം ചെയ്ത് അല്ലെങ്കിൽ എവിടം വരെയൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിപ്പോയില്ല. കാരണം ഇതിൻ്റെ ഒരു നമ്മുടെ തലച്ചോറിനെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ, അത് ഭ്രാന്തമായ ഒരു വേറെ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതായത് ഭ്രാന്തന്മാരാണ്. ആ ഭ്രാന്തന്മാരെ കണ്ടെത്തി അവരെ സമൂഹത്തിന്റെ ഭാഗമല്ലാതാക്കിയില്ലെങ്കിൽ രാജ്യത്തിന് ദോഷമായിട്ട് തന്നെ വരും. അത് പറയാനാണ് ഞാൻ ഇത്രയും ഒരു പക്ഷേ എങ്കിൽ പോലും ഈ നമ്മുടെ കോടതിക്ക് ഒരു കനിവ് തോന്നാത്തതല്ലേ? കാരണം ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ മനുഷ്യൻ ഇത് ചെയ്തിട്ടുണ്ടാവാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല, അത് പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഒരു ക്യാൻസർ പോലൊരു അസുഖം വന്നിട്ട് അപ്പോൾ ജയിലിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ചികിത്സയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? ജയിലിൽ ചികിത്സ കൊടുത്താൽ മതിയാവുമല്ലോ. മനുഷ്യ പിന്നെ ഇപ്പോൾ ജാമ്യം അദ്ദേഹം ഏതായാലും ഇപ്പം അരവിന്ദ് കെജ്രിവാൾ എന്താണ് ഷൂറാന്ന് പറഞ്ഞൊരു ജാമ്യം വേണമെന്ന് പറയുന്നത് അസുഖം ഒരു കാരണമാക്കുകയാണ്. അസുഖത്തിന് കൂടുതൽ ചികിത്സ കിട്ടുന്നതിന് വേണ്ടി ജയിലിലെ ചികിത്സ മതിയാവില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞാനീ പറയുന്നത് ഈ മനുഷ്യൻ അയാൾ ചെയ്യുന്നത് പുണ്യപ്രവൃത്തിയാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ചെയ്തത്. ഇത്രയും ജനങ്ങളെ കൊല്ലുന്നതിനും കാല് വെട്ടുന്നതിനും കൈ വെട്ടുന്നതിനും അല്ലെങ്കിൽ അതിനെ ഒരു സമൂഹത്തെ പ്രാപ്തമാക്കി എടുക്കുന്നതിനും ഒക്കെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു ക്യാൻസർ വന്നപ്പോൾ വെളിയിൽ ചികിത്സിക്കാൻ മാനുഷിക പരിഗണന എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്റെ മനസ്സിൽ എത്ര മാനുഷിക പരിഗണന ഈ പ്രകൃതിയോടും ഈ ലോകത്തോടും ഒക്കെ ഉണ്ടായിരുന്നു? ഈ പറയുന്ന ആൾക്ക് മാനുഷിക പരിഗണന എന്ന് പറയുന്ന ഒരു വേട് സ്വന്തം നാവുകൊണ്ട് അല്ലെങ്കിൽ വക്കീലിനെ വെച്ച് പറയിക്കാൻ തോന്നുന്നത് തന്നെ ഒരു വിരോധാഭാസമല്ലേ? ഈ പ്രപഞ്ചത്തിൽ അദ്ദേഹം അല്ലെങ്കിൽ പുള്ളി സങ്കല്പിക്കുന്ന ലോകത്തില്ലാത്ത ജീവികളും അല്ലെങ്കിൽ മനുഷ്യജാലങ്ങളും ഒക്കെ കൊല്ലപ്പെടേണ്ടവരാണെന്നും സമൂഹത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവരാണെന്നും ഒക്കെ സങ്കല്പിക്കുന്ന ഒരു ദൈവവും ഈ നമ്മുടെ സങ്കല്പത്തിൽ ഈ ലോകത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യേശുക്രിസ്തു ആയാലും അത് നബി ആയാലും കൃഷ്ണനായാലും അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ അവർ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥന്മാരാണെന്നാണല്ലോ ഇവരെയൊക്കെ ഈ എല്ലാ യേശുവിനെ സങ്കല്പിക്കുന്നവരും ക്രിസ്തുവിനെ സങ്കല്പിക്കുന്നവരും ക്രിസ്തു അല്ലെങ്കിൽ കൃഷ്ണനെ സങ്കല്പിക്കുന്നവരും നബിയെ സങ്കല്പിക്കുന്നവരും ഒക്കെ വിചാരിക്കുന്നത് അവർക്ക് വേർതിരിവൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത്തരത്തിൽ വേർതിരിവിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്ന ഒരു മനുഷ്യനെ എനിക്ക് നീതി വേണം അല്ലെങ്കിൽ എനിക്ക് അസുഖമുണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കാൻ എത്തരത്തിലുള്ള മനസ്സിലാവുമോ കോടതി? കോടതിക്ക് ഇദ്ദേഹത്തെ വെളിയിൽ വിട്ടാൽ രാജ്യത്തിനും അല്ലെങ്കിൽ ദേശത്തിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കണ്ടുകൊണ്ട് വെളിയിൽ വിടാൻ അർഹതയില്ലാത്തതുകൊണ്ടാണ് വെളിയിൽ വിടാത്തത്. കാരണം ഒരാൾക്ക് ജാമ്യം കൊടുക്കണമെങ്കിൽ അതിന് നമ്മൾ ഏറ്റവും ഒരു ജുഡീഷ്യറി ആയാലും അല്ലെങ്കിൽ രാജ്യത്തിന്റെ ജുഡീഷ്യറി സംവിധാനമൊക്കെ ആണെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ സുരക്ഷയാണ് ആദ്യം ഫസ്റ്റ് കാണുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നതുകൊണ്ടാണല്ലോ രാജ്യസുരക്ഷാ നിയമം വെച്ചിട്ട് ഇവരെയൊക്കെ അകത്തിടുന്നത്. കാരണം വെളിയിൽ വന്നാൽ എത്രത്തോളം കുഴപ്പമുണ്ടായിട്ട് ഉള്ള ഒരു സംഘടനയിലാണ് ഇവർ പ്രവർത്തിച്ചതെന്ന് കോടതി ജാമ്യം കൊടുക്കുന്ന സമയത്ത് പോലും നിരീക്ഷിച്ച് പറഞ്ഞതാണ്.
നമ്മൾ ഈ പറഞ്ഞ കാര്യം ജാമ്യം. അപ്പം ആ സംഘടനയുടെ ഇത് വെളിയിൽ പൊതുജനം ചർച്ച ചെയ്യുന്ന നോട്ടിലേക്ക് പോയതാണ്, കാരണം പബ്ലിക് ഒപ്പീനിയനായിട്ട് പോയത്. അപ്പൊ എല്ലാം ഒന്നും വെളിയിൽ വിട്ടിട്ടില്ല, അത് അന്വേഷണ ഏജൻസിയും വെളിയിൽ വിടുന്നില്ല. അത് നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, കാരണം ഇത് ആൾക്കാരെ ഭയപ്പെടുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ആൾക്കാർ ഇതെല്ലാവരും അകത്ത് പോയെന്നില്ല, നേതാക്കൾ അവർക്ക് വളരെ അവരുടെ അന്വേഷണത്തിൽ വളരെ ദീർഘമായിട്ട് അന്വേഷണത്തിൽ ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ മാത്രമാണ് അകത്ത് പോയിരിക്കുന്നത്. ഇവർ സൃഷ്ടിച്ചിട്ടുള്ള ഭടന്മാർ ഇന്ത്യയിലുണ്ട്, അവർ സംഘടിച്ചുകൊണ്ടിരിക്കുകയാണ്, രഹസ്യമായിട്ടൊക്കെ സംഘടിക്കുന്നുണ്ടാവും, ഇപ്പോഴും അതിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടാവും. കാരണം ഇത്തരത്തിൽ ഈ രീതിയിലേക്ക് ഒരു മസ്തിഷ്ക അല്ലെങ്കിൽ തലച്ചോറിന് പരിവർത്തനം വരുത്തിയ ഒരാളെ പെട്ടെന്ന് തിരിച്ചുകൊണ്ടുവരാൻ പറ്റത്തില്ല. ജാമ്യം കൊടുക്കേണ്ട തീരുമാനിച്ചാൽ അവർ രാജ്യത്തിന് നമ്മുടെ ഭരണഘടനയ്ക്ക് ബോധ്യം അല്ലെങ്കിൽ ഗുണമാവുന്നോ അല്ലെങ്കിൽ രാജ്യക്ക് ഗുണമാവുന്ന രീതിയിൽ അവർ കണ്ടെത്തലിന് അവർ രാജ്യദ്രോഹികളാണ്. അതുകൊണ്ടാണ് ജാമ്യം കിട്ടാത്തത്. എനിക്ക് എന്താ ജാമ്യം കിട്ടാത്തത്? രാജ്യദ്രോഹ കുറ്റം ചോദിക്കുന്നതുകൊണ്ടാണ് ജാമ്യം കിട്ടാത്തത്. അതായത് ഇവർ രാജ്യത്തിന് ഗുണമാവുന്ന കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതി വെച്ച് ചെയ്തിരിക്കുന്നത്. ഈ രാജ്യത്തിന് ദോഷമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങൾ ഗുണമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു ഭരണഘടനാ സംവിധാനത്തെ പോലും അട്ടിമറി എന്ന് പറഞ്ഞാൽ എന്തോ ഏത് രീതിയിലുള്ള കുറ്റം ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ? 2047 സായുധ പരിശീലനം നേടിയ ഭടന്മാരെ കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ച് ശരീഅത്ത് നിയമമുള്ള ഒരു ഗവൺമെന്റ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്, അത്തരത്തിലൊരു രാജ്യം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് എത്രയും പ്രാകൃതമായ ഒരവസ്ഥയിലേക്ക് പോയി. ജനാധിപത്യ സംവിധാനത്തിൽ നിൽക്കുന്ന ഇന്ത്യയെ എത്രയും പുറകിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ അത്തരത്തിലുള്ള ആ ചിന്തയിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാള്, അതിനുവേണ്ടി ആളിനെ സംഘടിപ്പിക്കുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ ആളുകളെ അവരെ രാജ്യദ്രോഹികളായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ, അവരെ വെളിവിടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ജാമ്യം കൊടുക്കാതെ. അതാണ് കോടതി നിരീക്ഷിച്ചത്. ഞാനീ പറഞ്ഞത് വേറൊന്നും അല്ല, കോടതിയുടെ നിരീക്ഷണം. ഇവിടുത്തെ ഈ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾ ഈ വാർത്ത വന്നില്ല, മാധ്യമങ്ങൾ കണ്ടില്ലെന്നടിക്കുന്നു. അപ്പൊ മാധ്യമങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? മാധ്യമങ്ങൾ ആരുടെ കൂടാണ്? ഇവിടുത്തെ മാധ്യമം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ, രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങളെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ ഈ കോടതികൾ സമീപിക്കുന്ന രീതി ഈ രീതിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട മാധ്യമങ്ങളെ, ജനത്തിന് പറഞ്ഞേക്കാൻ കൊടുക്കേണ്ട മാധ്യമങ്ങൾ ഇതൊക്കെ മറച്ചു പിടിക്കുന്നു. അവരാരുടെ ഭാഗത്താണ്? അവരെന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഇവരെ തീറ്റിപ്പോറ്റുന്നത് ആരാണ്? ഈ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ നമ്മളിലേക്ക് വരും, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുന്നതായിട്ടുണ്ട്. അപ്പോൾ മാധ്യമ പ്രവർത്തനം അല്ല ഇത്, വേറെ ചിലതൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ വരും കാലങ്ങളിൽ മാറ്റാൻ കഴിയുന്ന ഒരു ഇത്രയൊക്കെ മാറ്റിയ ഗവൺമെന്റ് അതൊക്കെ മാറ്റാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും വരാൻ പോകുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് ജീവിക്കാം, അതേ നിവൃത്തിയുള്ളൂ. എല്ലാ മനുഷ്യനും ഒരുമിച്ചല്ല നമ്മുടെ ജീവിക്കാനുള്ള അവസരം. അതെ, രാജ്യത്തിന്റെ പുരോഗതിക്കും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഒക്കെ ഉതകുന്ന രീതിയിലുള്ള പൗരന്മാരെ സൃഷ്ടിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനവും അതിന് സഹായമാകുന്ന മാധ്യമങ്ങളും അതിന് സഹായമാകുന്ന ഭരണ സംവിധാനം എല്ലാം ഉണ്ടായേ മതിയാവത്തുള്ളൂ. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.